സിനിമയിലെ വില്ലന്മാരെ മലയാളികൾക്ക് ഭയമാണ്. എന്നാൽ അവരിൽ പലരും യഥാർത്ഥ ജീവിതത്തിൽ പാവങ്ങളായിരിക്കും. സിനിമയിലെ കഥാപാത്രങ്ങളുടെ മാത്രമാണ് അവരൊക്കെ വില്ലന്മാരായി മാറുന്നത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാബുരാജ്. അന്നും ഇന്നും മലയാളത്തിൽ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ബാബുരാജിന് ഇന്നും ആരാധകർ ഏറെയാണ്. നടൻ ബാബുരാജ് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളിലും താരത്തിന്റെ കഥാപാത്രം വില്ലൻ കഥാപാത്രമായിരിക്കും. ബാബുരാജ് എത്തുന്ന സീനുകളെല്ലാം മലയാളികൾക്ക് ഏറെ ഭയമായിരുന്നു. സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിലൂടെയാണ് ബാബുരാജിന്റെ കരിയർ തന്നെ മാറി മറഞ്ഞത്. അതുവരെയും വില്ലൻ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചിരുന്ന ബാബുരാജ് പെട്ടെന്നായിരുന്നു കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. പിന്നീട് സോൾട്ട് ആൻഡ് പേപ്പർ, മായ, മോഹിനി എന്നിങ്ങനെ 2-3 സിനിമകളിലാണ് താരം കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത്. താരത്തിന്റെ കോമഡി കഥാപാത്രങ്ങൾക്കും ആരാധകർ കൈയടിച്ചു. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ നടൻ ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നും വ്യാജ വാർത്തയാണ് പുറത്തുവരുന്നത് എന്നുമായിരുന്നു ബാബുരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോഴിതാ നടി നൽകിയ പരാതിക്ക് പിന്നാലെ ബാബുരാജിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അന്വേഷണവും ആരംഭിച്ചു. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ബാബുരാജിന്റേത്. താരത്തിന്റെ ഭാര്യയാണ് വാണി വിശ്വനാഥ്. ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചതിന് ശേഷം 2002 ബാബുരാജ് വാണിയെ വിവാഹം കഴിച്ചത്. ഇരുവർക്കും കൂടെ മക്കളുമുണ്ട്. ആദ്യ ഭാര്യയിലും ബാബുരാജിന് മക്കളുണ്ട്. അവരെയും നല്ല രീതിയിൽ തന്നെയായിരുന്നു ബാബുരാജ് നോക്കി വളർത്തിയത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ബാബുരാജിന്റെ മൂത്ത മകൻ വിവാഹിതനായത്. എന്നാൽ ബാബുരാജിന്റെ ആദ്യ ഭാര്യയിലെ മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ രണ്ടാം ഭാര്യയായ വാണി വിശ്വനാഥും മക്കളും എത്തിയിരുന്നില്ല. അന്ന് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലായിരുന്നു ചർച്ചയായത്. വാണിയും ബാബുരാജും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹ ജീവിതം മുന്നോട്ട് പോയത്. ഈ സന്തുഷ്ട കുടുംബത്തെ തകർക്കാൻ വരെ കരുത്തുള്ള വാർത്തകളാണ് ഇപ്പോൾ ബാബുരാജിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത്. വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കാണ് ബാബുരാജ് ഇപ്പോൾ വിധേയനാകുന്നത്. യുവനടിയുടെ ലൈംഗിക ആരോപണ പരാതിക്ക് പിന്നാലെ അടിമാലി പോലീസാണ് ബാബുരാജിനെതിരെ കേസെടുത്തത്. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവനടിയുടെ പരാതി. അടിമാലിയിലെ ബാബുരാജിന്റെ റിസോർട്ടിൽ വെച്ചിട്ടും എറണാകുളത്ത് വെച്ചും പീഡിപ്പിച്ചു എന്നും കൂടെ നടി വ്യക്തമാക്കി. DIGക്ക് നൽകിയ മെയിലിലൂടെയായിരുന്നു യുവനടി ബാബുരാജിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് ബാബുരാജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2019 അടിമാലിയിലെ റിസോർട്ടിൽ വെച്ച് സിനിമ വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. ഇതിന് പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടൻ ബാബുരാജിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.